ഭേദപ്പെട്ട നീളവും ഉയരവും, കാഴ്ചയിൽ ഭയം നിറയ്ക്കുന്ന കണ്ണുകൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിയോടെ വീട്ടുപരിസരത്താണ് പുലിക്കുട്ടി എന്ന് കണക്കാക്കിയ ജീവിയെ കാണുന്നത്. ഭയന്നു വിറച്ച വീട്ടമ്മ ഉള്ളിൽ കയറി കതകുകളും ജനാലകളും അടച്ചു. എന്നാൽ മറ്റേതോ വഴിയിലൂടെ ജീവി വീട്ടിനുള്ളിൽ കടന്നു. കട്ടിലിനടിയിൽ സ്ഥാനം പിടിച്ചു. 1 വർഷമായി അടച്ചിട്ടിരുന്ന വീട്ടിൽ ആളനക്കമുണ്ടായിട്ടും ഉള്ളിൽ കടക്കാൻ ധൈര്യം കാട്ടിയ ജീവി ചില്ലറക്കാരനല്ലെന്ന് വിശ്വനാഥന്റെ ഭാര്യ ഉറപ്പിച്ചു. നാട്ടുകാരെയും ബന്ധുക്കളെയുമെല്ലാം വിവരമറിയിച്ചു. ഒടുവിൽ റാന്നിക്കും വിളിപോയി. അങ്ങനെയാണ് വനം വകുപ്പ് ദ്രുതകർമ്മസേന എത്തിയത്. പുലിയെ പിടിക്കാനുള്ള സജ്ജീകരണങ്ങളോടെയായിരുന്നു സംഘത്തിന്റെ വരവ്. ടോർച്ച് തെളിച്ചു നോക്കി. ഒറ്റ നോട്ടത്തിൽ തന്നെ കക്ഷിയെ അവർക്ക് പിടികിട്ടി. കാട്ടുപൂച്ച. ഇതോടെയാണ് ഓടിക്കൂടിയവർക്കും താമസിക്കാൻ എത്തിയവർക്കും ശ്വാസം നേരെ വീണത്. സമാധാനമായത്. വരുതിയിലാക്കാൻ വിസമ്മതിച്ച കാട്ടുപൂച്ചയെ ഒടുവിൽ ആറാർത്തിക്കാർ തൂക്കി. മഴ കനത്തതോടെ വെള്ളം കയറിയ വീട്ടിൽ നിന്നും സുഹൃത്തിന്റെ അടച്ചിട്ടിരുന്ന വീട്ടിലേക്ക് താമസിക്കാൻ എത്തിയതായിരുന്നു വിശ്വനാഥനും ഭാര്യയും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാലാണ് നമ്മുടെ ഒരാളത്. അഭിലാലെ, കുറെ നേരം പേടിച്ചെങ്കിലും അവസാനം കാട്ടുപൂച്ചയാണെന്ന് ഉറപ്പിച്ചിട്ടാ ശ്വാസം നേരെ വീണത് അവിടെ എല്ലാവർക്കും, അല്ലേ? അടുത്തിടെ സമാനമായ ഒരു സംഭവം അടൂർ ഏഴംകുളത്തും ഉണ്ടായി. നാട്ടിൽ പുലി ഇറങ്ങി എന്നുള്ളതായിരുന്നു പ്രദേശത്താകെ പരന്ന വാർത്ത. അനുബന്ധമായി ഒരു വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന ആൾക്കും നാട്ടിൽ ഇറങ്ങിയത് പുലിയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ആകാരമായിരുന്നു ജീവിയുടേത്. ചുരുക്കത്തിൽ ഈ വിവരം അറിഞ്ഞ് കൂടുതൽ ആളുകൾ സ്ഥലത്ത് അടിച്ചുകൂടി. മാത്രമല്ല, വിവരം വനംവകുപ്പ് ഓഫീസിലേക്ക് എത്തി. അങ്ങനെ കോന്നി വനംവകുപ്പ് ഓഫീസിലെ ആളുകൾ, ജീവനക്കാരെത്തി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു, സ്ഥല പരിശോധന നടത്തി. അങ്ങനെ പുലിയല്ല, പൂച്ചയാണ് എന്ന്, കാട്ടുപൂച്ചയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുന്ന സ്ഥിതിയുണ്ടായി. സമാന നിലയിലുള്ള തെറ്റിദ്ധാരണയാണ് നിരണത്തെ ഈ വീട്ടുകാർക്കും സമീപവാസികളായിട്ടുള്ള ആളുകൾക്കുമൊക്കെ തന്നെ ഉണ്ടായത്. എന്തായാലും പുലിയെ കാത്തുനിന്ന ആളുകളൊക്കെ തന്നെ അവസാനം ഇവിടെ പൂച്ചയെ കണ്ടു മടങ്ങുകയാണ്. അതെ അഭിലാൽ, എന്തായാലും